മറ്റൊരു വീഡിയോ ആയിട്ട് മിസ് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇന്നത്തെ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റേഷ്യോസിനെ കുറിച്ചാണ്. എന്താണ് റേഷ്യോസിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ദിവസം ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് റേഷ്യോസ് എന്നുള്ളത് നമുക്ക് ആദ്യം അറിയണം അല്ലേ. അപ്പോൾ എന്താണ് റേഷ്യോ അനാലിസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? റേഷ്യോ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഡിറ്റർമിനിങ് ആൻഡ് ഇന്റർപ്രറ്റിംഗ് ന്യൂമറിക്കൽ റിലേഷൻഷിപ്സ് ബേസ്ഡ് ഓൺ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ഒരു ബിസിനസിന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനെ ബേസ് ചെയ്തുകൊണ്ട് ആ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ന്യൂമറിക്കൽ റിലേഷൻഷിപ്സ് എങ്ങനെയാണ് വരുന്നത്, അതായത് ഇപ്പോൾ അവരുടെ പ്രോഫിറ്റബിലിറ്റി കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് എന്ത് റേഷ്യോ അനാലിസിസ് എന്ന് പറയുന്നത്. റേഷ്യോ ഇസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ യാർഡ് സ്റ്റിക്ക്. എന്താണ് സ്റ്റാറ്റിസ്റ്റിക്കൽ യാർഡ് സ്റ്റിക്ക് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കുക, കാരണം 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് അല്ലേ, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് അല്ലേ. അപ്പോൾ ചോദിക്കാം ദാറ്റ് പ്രൊവൈഡ്സ് എ മെഷർ ഓഫ് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾസ് ഓർ ഫിഗേഴ്സ്. അതായത് റിലേഷൻഷിപ്പ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വേരിയബിൾസിൻ്റെയും ഇടയിലുള്ള റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് റേഷ്യോയിലൂടെ റേഷ്യോ അനാലിസിസിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ റേഷ്യോ അനാലിസിസ് എന്താന്ന് പറയും. അപ്പോൾ റേഷ്യോ അനാലിസിസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഷോർട്ട് ടേം സോൾവൻസി റേഷ്യോസ് ഏതൊക്കെ എന്നുള്ളതാണ്. ഓക്കെ, എന്താണ് ഷോർട്ട് ടേം സോൾവൻസി റേഷ്യോസ് ആണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. ഓക്കെ, ഷോർട്ട് ടേം സോൾവൻസി റേഷ്യോസ്. അപ്പോൾ ഷോർട്ട് ടേം സോൾവൻസി റേഷ്യോസ് എന്ന് പറയുമ്പോൾ അതായത് നമ്മളുടെ കമ്പനീനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നിങ്ങളൊരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ ആ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഫിനാൻഷ്യലി എന്താണ് സിറ്റുവേഷൻ, ഫിനാൻഷ്യലി സോൾവെൻ്റ് ആണോ, എന്താണ് ഷോർട്ട് ടേമിലേക്ക് നമ്മുടെ കയ്യിൽ കാശുണ്ടോ, അതായത് നമുക്ക് ബാങ്കിൽ കുറേ ഇതുണ്ട് അല്ലെങ്കിൽ നമുക്ക് കുറേ അസറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ. നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ലിക്വിഡായിട്ട് ക്യാഷ് വേണമെന്ന് പറഞ്ഞാൽ എന്താണ് കയ്യിൽ കറൻസി തന്നെ നമുക്ക് ആവശ്യമായിട്ടുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ മെയിനായിട്ട് വരുന്നത് എന്താണ്, ഒന്ന് കറണ്ട് റേഷ്യോ ആൻഡ് അതുപോലെ തന്നെ ലിക്വിഡിറ്റി റേഷ്യോ. ഇത് രണ്ടും റിലേറ്റഡ് ആണ് കേട്ടോ. കറണ്ട് റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആദ്യം നോക്കാം. കറണ്ട് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻ ഇൻഡിക്കേറ്റർ ഓഫ് ദി ഫേംസ് കമ്മിറ്റ്മെന്റ് ടു മീറ്റ് ഇറ്റ്സ് ഷോർട്ട് ടേം ലയബിലിറ്റീസ്. ഫേമിൻ്റെ ഷോർട്ട് ടേം ലയബിലിറ്റീസ് മീറ്റ് ചെയ്യാനായിട്ട് എന്തോരം ഫേം കാപ്പബിൾ ആണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കറണ്ട് റേഷ്യോ നോക്കിയാൽ മതി. അപ്പോൾ ഐഡിയൽ കറണ്ട് റേഷ്യോ എന്ന് പറയുന്നത് എന്താണ് 2 ആണ്. അതായത് കറണ്ട് റേഷ്യോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് അത് 2 ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അത് വളരെ പെർഫെക്റ്റ് ആണ്, ഐഡിയൽ കറണ്ട് റേഷ്യോ ആണ്. ആ ഒരു റിലേഷൻഷിപ്പ് ബെസ്റ്റ് ആണെന്ന് പറയാം. അതുപോലെ തന്നെ എന്താണ് ലിക്വിഡിറ്റി റേഷ്യോ വരുന്നുണ്ട്. ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമ്മൾ പല പേരുകൾ പറയും, ശ്രദ്ധിക്കുക. MCQ വരും. ആസിഡ് ടെസ്റ്റ് റേഷ്യോ എന്ന് പറയാം, അല്ലെങ്കിൽ ക്വിക്ക് റേഷ്യോ എന്ന് പറയാം, ഇങ്ങനെയൊക്കെ പറയാം. ക്വിക്ക് റേഷ്യോ എന്ന് പറഞ്ഞാലും ആസിഡ് ടെസ്റ്റ് റേഷ്യോ എന്ന് പറഞ്ഞാലും ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാലും ഒരു കാര്യമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കറണ്ട് അസറ്റ്സ് അതായത് എക്സ്ക്ലൂഡിങ് സ്റ്റോക്ക് ആൻഡ് പ്രീപെയ്ഡ് എക്സ്പെൻസസ്, ഈ നമ്മൾ ഈ കറണ്ട് റേഷ്യോയിൽ എടുക്കുന്നതാണ് കേട്ടോ കറണ്ട് അസറ്റ്. അതിൻ്റെ ഫോർമുല നമ്മൾ പറഞ്ഞു തരാം. കറണ്ട് അസറ്റ്സിൽ നിന്നും സ്റ്റോക്കും അതിലെ പ്രീപെയ്ഡ് എക്സ്പെൻസസും മാത്രം മൈനസ് ചെയ്ത് ബാക്കിയുള്ള കറണ്ട് അസറ്റ്സിനെ കറണ്ട് ലയബിലിറ്റീസുമായിട്ട് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ നമ്മൾ എന്ത് പറയുന്നു, ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയുന്നു. അപ്പോൾ കറണ്ട് അസറ്റിൽ നിന്നും സ്റ്റോക്കും പ്രീപെയ്ഡ് എക്സ്പെൻസും ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ളതിനെ നമ്മൾ പറയാം ക്വിക്ക് അസറ്റ് അല്ലെങ്കിൽ ലിക്വിഡ് അസറ്റ് എന്നുള്ള പേരിലൊക്കെ പറയാം കേട്ടോ. അതിനെ എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക എന്തുമായിട്ട്, കറണ്ട് ലയബിലിറ്റീസുമായിട്ട്. അപ്പോൾ ഇവിടെ ഐഡിയൽ റേഷ്യോ വരുന്നത് എന്താണ്, ക്വിക്ക് റേഷ്യോ അല്ലെങ്കിൽ ലിക്വിഡിറ്റി റേഷ്യോ ഐഡിയൽ എത്രയാണ്, 1 ആണ് വരുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ. അപ്പോൾ ഇത് രണ്ടും നമ്മൾ പറഞ്ഞു. ഇനി അടുത്തതായിട്ട് കറണ്ട് റേഷ്യോയുടെ ഫോർമുല എന്ന് പറയുന്നത് എന്താണ്, കറണ്ട് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ്. എന്തോരമാണോ കറണ്ട് അസറ്റ് വരുന്നത് അതിനെ ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ്. അപ്പോൾ കറണ്ട് ലയബിലിറ്റീസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തോരം കറണ്ട് അസറ്റ്സ് അവൈലബിൾ ആയിട്ടുണ്ട് ആ ഒരു റിലേഷൻഷിപ്പാണ് നമ്മളിവിടെ നോക്കുന്നത്. പിന്നെ ഐഡിയൽ കറണ്ട് റേഷ്യോ എന്ന് പറയുന്നത് 2 ആണ്. ഹൗവർ എ റേഷ്യോ ഓഫ് 1.5 is also acceptable if the firm has adequate arrangements with its bankers to meet its short term requirements of funds. അതായത് കയ്യിൽ കറൻസി എന്നുള്ളതിനപ്പുറത്തേക്ക് ബാങ്ക്സുമായിട്ട് ഫേമിന് നല്ലൊരു കണക്ഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ അവിടെ കൃത്യമായിട്ട് അവർ ബാങ്കേഴ്സുമായിട്ട് കൃത്യമായിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സ് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ക്യാഷ് എടുക്കാൻ എന്നൊക്കെ ആണെങ്കിൽ നമുക്ക് എന്താണ് 1.5 എന്ന് പറയുന്നതും നമുക്ക് കുഴപ്പമില്ല എന്നുള്ള രീതിയിലേക്ക് ഒരു ഐഡിയൽ ആയിട്ട് തന്നെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. പിന്നെ ലിക്വിഡ് റേഷ്യോ അല്ലെങ്കിൽ ലിക്വിഡിറ്റി റേഷ്യോനെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് എങ്ങനെയാണ്, അതിനെ ക്വിക്ക് റേഷ്യോ എന്നും പറയും, അതുപോലെ തന്നെ എന്ത് പറയും, ആസിഡ് ടെസ്റ്റ് റേഷ്യോ എന്നും ഒക്കെ പറയും കേട്ടോ. അവിടെ ഐഡിയൽ റേഷ്യോ 1 ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ക്വിക്ക് റേഷ്യോ കാണാനുള്ള ഫോർമുല എന്താണ്, കറണ്ട് അസറ്റ് നിന്നും ഇൻവെന്ററി ലെസ് ചെയ്യുന്നു, അതുപോലെ തന്നെ പ്രീപെയ്ഡ് എക്സ്പെൻസസ് നമുക്ക് ലെസ് ചെയ്യാം. ദെൻ അതിനെ ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി. എന്താണ് നമ്മൾ ഈ പറയുന്നത് പോലെ നമ്മുടെ ലിക്വിഡ് അസറ്റ്സ് കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത് കറണ്ട് അസറ്റ്സ് മൈനസ് ഇൻവെന്ററി പ്ലസ് പ്രീപെയ്ഡ് എക്സ്പെൻസസ്. ഇതെല്ലാം കൂടെ ഇൻവെന്ററിയും പ്രീപെയ്ഡ് എക്സ്പെൻസസും ആഡ് ചെയ്തിട്ട് അത് കറണ്ട് അസറ്റിൽ നിന്ന് മൈനസ് ചെയ്താൽ നമുക്ക് ലിക്വിഡ് അസറ്റ് അഥവാ ക്വിക്ക് അസറ്റ് കിട്ടുന്നു. അതിനെ ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റി ചെയ്താൽ ലിക്വിഡിറ്റി റേഷ്യോ അഥവാ ക്വിക്ക് റേഷ്യോ അതും അല്ലെങ്കിൽ ആസിഡ് ടെസ്റ്റ് റേഷ്യോ എന്ന് പറയുന്നു. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് എന്താണ് റേഷ്യോ അനാലിസിസ് ഷോർട്ട് ടേം സോൾവൻസി റേഷ്യോസിനെ കുറിച്ചിട്ട് നമുക്ക് ഇവിടെ പറയാനായിട്ടുള്ളത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഇതുപോലുള്ള കൂടുതൽ കണ്ടന്റ്സുമായിട്ട് മിസ് വരുന്നതായിരിക്കും. സോ അതുവരേക്കും ടാറ്റാ ബൈ, താങ്ക് യു.